സീറോ മലബാർ സഭ രൂപതകളിൽ വിവാദ ചിത്രം ദ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചതിനെതിരെ രൂക്ഷ വിമർശനവുമായി എറണാകുളം അങ്കമാലി അതിരൂപത മുഖപത്രം. വർഗീയ വിദ്വേഷം നിറഞ്ഞ സിനിമ നല്ല പാഠമാക്കിയവർ മണിപ്പൂരിനെ മനഃപൂർവ്വം മറന്നോ എന്നാണ് ലേഖനത്തിലെ ചോദ്യം. ഉത്തരേന്ത്യയിൽ സംഘപരിവാർ നൂറുകണക്കിന് പള്ളികൾ തകർത്തത് പള്ളിപ്പരിപാടിയായി തന്നെ കണക്കാക്കുമോ എന്നും ലേഖനത്തിലുണ്ട്. എബിൻ ജോസ് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. എബിൻ, സഭയ്ക്കകത്തുള്ളവർ തന്നെ സിനിമാ പ്രദർശനം നടത്തുന്നു, അതിനകത്തുള്ളവർ തന്നെ ശക്തമായ വിമർശനവുമായി രംഗത്ത് വരുന്നു. എന്താണ് സത്യദീപ് ലേഖനത്തിലൂടെ നൽകപ്പെടുന്ന സന്ദേശം? വേണു, ഇടുക്കി രൂപതയിലെ മതബോധന ക്ലാസ്സിലാണ് ഈ സിനിമ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചത് കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അതിന് പിന്നാലെ വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ മറ്റു രൂപതകളിലെ ചില സംഘടനകൾ ഇത് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സിനിമ പ്രദർശിപ്പിക്കുകയായിരുന്നു. ഇതിനെതിരെയാണ് ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മുഖപത്രമായ സത്യദീപത്തിൽ വിമർശനം ഉയർന്നിരിക്കുന്നത്. അതായത് മണിപ്പൂരിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ വിമർശനം ഉന്നയിക്കുന്നത്. കേരള സ്റ്റോറി നല്ല പാഠമാക്കുന്നവർ മണിപ്പൂരിനെ മറന്നോ എന്നുള്ള ചോദ്യമാണ് പ്രസംഗത്തിൽ ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കേരള സ്റ്റോറി ഈ പ്രദർശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉയർന്നപ്പോൾ ഒരു സൈഡിൽ നിന്ന് ഇത് പള്ളിയുടെ കാര്യമാണ് അല്ലെങ്കിൽ പള്ളിക്കാര്യമാണ്, മറ്റുള്ളവർ ഇതിൻ്റെ അകത്ത് തലയിടണ്ട എന്നുള്ള തരത്തിൽ ഒരു പ്രതിരോധം ഉണ്ടായിരുന്നു. ഇതിനെയും വിമർശിക്കുന്നുണ്ട് സത്യദീപം. അതായത് പള്ളികൾ പൊളിച്ചത് എന്നുള്ള ചോദ്യമാണ് സത്യദീപം ഉന്നയിക്കുന്നത്. ഏതായാലും സഭയ്ക്കുള്ളിൽ തന്നെ ഈ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചതിനെതിരെ വിമർശനങ്ങൾ ഉയരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. ശരി, എബിൻ ജോസാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചതിനെതിരെ രൂക്ഷ വിമർശനവുമായി സത്യദീപത്തിൽ ലേഖനം.